വി എസിൻ്റെ സ്വന്തം തട്ടകമായ അമ്പലപ്പുഴയെ ഇപ്പോൾ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത് എച്ച് സലാം MLA ആണ്. ഈ ദുഃഖവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ നമ്മോടൊപ്പം എച്ച് സലാം ചേരുകയാണ്. വി എസ് അമ്പലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം നിസ്സാരനായ ഒരു രാഷ്ട്രീയക്കാരനല്ല. ആലപ്പുഴയെ സംബന്ധിച്ച് പോലും താങ്കൾക്ക് വ്യക്തിപരമായി ആലപ്പുഴയെ സംബന്ധിച്ച് മാത്രമല്ല, ഒരു യുഗം അവസാനിച്ച ഒരു ഘട്ടമാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞങ്ങളെപ്പോലെയുള്ള ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ടവർ SFI ആയിട്ട് വരുന്ന സമയത്തെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ പോരാളിയായും ആരാധനാ കഥാപാത്രമായും എല്ലാം ഇങ്ങനെ നിറയുന്ന ഒരു വ്യക്തിത്വമാണ് VSനെ സംബന്ധിച്ച് പറയാൻ പറ്റുന്ന കാര്യം. പുന്നപ്രയിലെ സാധാരണ തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ കമ്മിറ്റിയിൽ നേതാവായി വരികയും ജീവിതാവസാനം വരെയും ഒരു പോരാളിയായി തുടരുകയും ചെയ്ത ആരാധ്യനായിട്ടുള്ള VS ആണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. കേരളത്തിന് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ എത്രമാത്രം വിലപ്പെട്ട പങ്ക് നിർവഹിക്കപ്പെട്ട നേതാവാണ് VS എന്ന് ഞാൻ പറയേണ്ടതായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വേർപാട് തീർക്കുന്നൊരു വേദന 102ാമത്തെ വയസ്സിലും അദ്ദേഹം രോഗത്തോടും പൊരുതി മുന്നേറിയ ഒരു നേതാവെന്ന് നിശ്ചയമായിട്ടും പറയാൻ പറ്റുന്ന അനുഭവമാണ് VSനെ കുറിച്ച് പലപ്പോഴും കവിതകളും അത്തരം കാര്യങ്ങളൊക്കെ എഴുതിയും ഒടുവിൽ എഴുതിയ കവിത അത് നല്ല രീതിയിൽ പുറത്തിറക്കാൻ കാത്തിരിക്കുമ്പോഴാണ് ഈ മരണം സംഭവിക്കുന്നത്. അതെ, അദ്ദേഹം 100 വയസ്സ് പൂർത്തീകരിച്ചപ്പോൾ ഞാൻ എഴുതിയ കവിതയാണ്. അതിൽ സുധീർ കുമാർ മുൻകൈ എടുത്തിട്ട് അതൊരു പാട്ടാക്കി പുറത്തിറക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് സുദീപ് അതിൻ്റെ സംഗീതം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് VS ഇടപാടുന്നത്. അത് ഇറങ്ങാതെ തന്നെ VS മടങ്ങി എന്നത് ഒരു സങ്കടമായി ബാക്കി നിൽക്കുകയാണ്. അതെ, അതൊരു സങ്കടമായി നിശ്ചയമായിട്ടും ഒരു ബാക്കിയായിട്ടുണ്ട്. പലപ്പോഴും VS രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എല്ലാ അർത്ഥത്തിലും നിറഞ്ഞു നിന്ന ഒരു സ്ഥലം. കുട്ടനാട്, അമ്പലപ്പുഴ, ആലപ്പുഴ, സ്പിൻവാൾ കമ്പനി, ഇതൊക്കെ VS വളർന്നു വന്ന മേഖലകളാണ്. പ്രത്യേകിച്ച് പുന്നപ്ര വയലാർ സമരഭൂമിയൊക്കെ നിൽക്കുന്നതും താങ്കൾ പ്രതിനിധീകരിക്കുന്ന ഇപ്പോഴത്തെ മണ്ഡലത്തിലുമാണ്. അവിടെ VS കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പാണ് വന്നു മടങ്ങിപ്പോയത്. VS ഇല്ലാത്ത ഒരു അനുസ്മരണങ്ങൾ പോലും നടക്കുന്നത് വലിയ സങ്കടകരം. ഇനി VS ഒട്ടുമില്ലാത്ത ഒരു പുന്നപ്ര വയലാർ അനുസ്മരണം എന്നൊക്കെ പറയുമ്പോഴുള്ള ആ ഓർമ്മ എന്താകും? അത് VS ഞാൻ അമ്പലപ്പുഴ പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത്, DYFI ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് എല്ലാ വർഷവും VSൻ്റെ പ്രോഗ്രാമിലൊന്നാണ് പുന്നപ്രയിലെ സമര വാർഷികം. രാവിലെ പുഷ്പാർച്ചനയ്ക്ക് VS വരും, വൈകുന്നേരം പൊതുയോഗത്തിന് VS പങ്കെടുക്കും. അത് നിശ്ചയിക്കപ്പെട്ട പ്രോഗ്രാമാണ്. അങ്ങനെ VS വരുന്ന എല്ലാ സമയത്തും VSൻ്റെ കൈക്ക് പിടിച്ച് ആ വേദിയിലേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ച് കൈക്ക് പിടിച്ച് യാത്രയാക്കുന്നതുമെല്ലാം എപ്പോഴും ഞാൻ ഉണ്ടായിരുന്നു എന്നതാണ്. VS പുഷ്പാർച്ചന ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അരികത്ത് എവിടെയെങ്കിലും ഞാൻ നിശ്ചയമായിട്ടും കാണും. അങ്ങനെ കരം പിടിച്ചപ്പോഴും അങ്ങനെ കരം പിടിക്കാൻ കഴിയുന്ന വലിയ ഭാഗ്യമാണ്. VSനെ പോലെ ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ കരം പിടിച്ച് ഏറ്റവും ചെറിയൊരാളായിട്ടുള്ള ഞാനിങ്ങനെ പോവുക എന്ന് പറയുന്നത് എനിക്കൊരു അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. യാദൃച്ഛികമെന്ന് പറയാൻ പറ്റുന്നത് VSൻ്റെ അവസാനത്തെ പൊതുപരിപാടി പുന്നപ്രയിലെ സമരഭൂമിയിലെ പരിപാടിയാണ്. അവിടുന്ന് പോയ അന്ന് രാത്രിയിലാണ് VS വീണുപോകുന്നത്. ലാസ്റ്റ് അതൊരു പുന്നപ്ര സമരനായകൻ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ അവസാനത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് പുന്നപ്ര സമരഭൂമിയിലെ പരിപാടി തന്നെയായി എന്നുള്ളത് യാദൃച്ഛികമാണെങ്കിൽ ആ യാദൃച്ഛയ്ക്കുള്ളിൽ എന്തോ ഇങ്ങനെ എന്ന് നമുക്ക് തോന്നും പോലെയുള്ള ഒരു അനുഭവമാണ്. VSൻ്റെ കരം പിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്ന് ഒടുവിൽ VS ആലപ്പുഴയിൽ വരുമ്പോഴും ആ കരം കവർന്നുകൊണ്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത് എച്ച് സലാം. ആ ഓർമ്മയാണ് എച്ച് സലാം MLA പങ്കുവെക്കുന്നത്. വലിയ ദുഃഖമാണ് ആലപ്പുഴയിലെ ഇത്തരം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കും ഉള്ളത്. ഫൈസൽ നിർക്കുന്നതിനൊപ്പം യു ഷൈജു, മീഡിയ 1 ആലപ്പുഴ.